ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കേക്ക് മാത്രം വർക്കുള്ള ദിവസത്തെ വിശേഷമാണ് കേട്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടാം പെരുന്നാളിന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ലേറ്റായി പോയി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു തലേ ദിവസം രാത്രി ഞാൻ ഈ ഒരു കേക്കിൻ്റെ സ്പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റായിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഉച്ചക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാം പെരുന്നാളിന് ഉച്ചക്ക് കൊടുക്കാനുള്ള വർക്കാണ്. അപ്പോൾ ഒരു ടു ടയർ കേക്കാണ് 2 kg വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 4 കപ്പ് കേക്കും 4 ഡോണട്ടും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്നിച്ചിട്ട് തന്നെ കപ്പ് കേക്കും ആ സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ ബേക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ എണീറ്റതിൻ്റെ ശേഷം ക്രീമെല്ലാം ബീറ്റ് ചെയ്തിട്ട് അത് ഐസിങ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുന്നായിട്ട് ഡോണറ്റിനുള്ള ഡോ ഒന്ന് കുഴച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. പിന്നെ നമുക്കിപ്പോൾ തണുപ്പ് സമയമൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ പിന്നെ വിഷയമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഡോണറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം രാവിലെ ആയതുകൊണ്ട് തന്നെ ചായ കുടിച്ചാലേ നമുക്ക് എന്തിനും ഒരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ടീ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഐസിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതിന് ഐസിങ് ക്രം കോട്ട് ചെയ്തു, ഫ്രീസറിൽ വെച്ചു. അത് സെറ്റ് ആയതിൻ്റെ ശേഷം ഫൈനൽ കോട്ട് ചെയ്തു. പിന്നെ ഈ ഒരു ഡെക്കറേഷന് വന്നിട്ടുള്ളത് സിമ്പിൾ ഡെക്കറേഷനാണ്, മുന്നേ ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ മെറൂൺ ഷെയ്ഡിലാണ്, വൈറ്റ് ആൻഡ് മെറൂൺ ഷെയ്ഡാണ് ഇതിന് കളർ കോംബോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെറൂൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറും അതുപോലെ കുറച്ച് ബ്ലൂവും പിന്നെ കുറച്ച് ബ്ലാക്കും ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു കളറ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീമിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കളറ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ കോട്ടിങ്ങും ഡെക്കറേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന് ഫ്രീസറിൽ തന്നെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ അതിന് ശേഷം അതിലേക്കൊരു ടെഡ്ഡി ബിയർ കൂടി വെച്ച് കൊടുക്കാണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഈ ഫോണ്ടൻ്റ് എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പോൾ മുകളിൽ ടോപ്പറെല്ലാം ആയിട്ട് കൊടുക്കണതാണെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, അത് അവിടെ തന്നെ ഇരുന്നോളും. പിന്നെ വല്ല സ്റ്റാർ ക്ലൗഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ടെഡി ബിയർ ആയതുകൊണ്ട് ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടൊന്നുമില്ല, അത് നേരെ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ടെഡി ബിയർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു കേക്ക് 12 മണിക്കാണ് കൊടുക്കാനുള്ളത്. പിന്നെ നമുക്ക് രണ്ടാം പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ പോകും വേണം. അങ്ങനെ മെറൂണും വൈറ്റും ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് വൈറ്റ് കളറിലുള്ള ടെഡി ബിയർ തന്നെ കൊടുക്കണം. പിന്നെ ഈ ടെഡി ബിയറിനും ചെറുതായിട്ട് തന്നെ ഒരു മെറൂൺ ടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കേക്കിന് മാച്ചാക്കിയിട്ട് തന്നെ ഏകദേശം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കപ്പ് കേക്കും കേക്കിൻ്റെ സെയിം കളർ തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോണട്ട് വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം വൈറ്റ് ചോക്ലേറ്റിലൊന്നും ഒരിക്കലും വൈറ്റ് ചോക്ലേറ്റിൽ നമ്മൾ കൂടുതൽ കളേഴ്സൊക്കെ ചേർക്കുമ്പോൾ എന്തായാലും അത് തിക്കായി പോകും. അപ്പോൾ പിന്നെ പ്യുവർ വൈറ്റ് ആക്കിയിട്ട് തന്നെ കൊടുത്തു. പിന്നെ അതിൽ കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതിൽ ടെഡി ബിയറും കേക്കിന് ഏകദേശം മാച്ച് ആക്കിയിട്ട് തന്നെ ഒരു കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാച്ചിങ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ കൂടി കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ വലിയ വിഷയം വന്നില്ല കേട്ടോ. നമുക്ക് ചില സമയങ്ങളിൽ വർക്കെല്ലാം വരുന്ന സമയത്ത് അതിന് മാച്ചിങ് ആവാത് കയ്യിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കേക്ക് കൊടുത്തതിൻ്റെ ശേഷം ഞങ്ങളിപ്പം വീട്ടിൽ പോവുകയാണ്. അപ്പോൾ രണ്ടാം പെരുന്നാൾ സാധാരണ നമ്മൾ സ്വന്തം വീട്ടിലാണ് ആഘോഷിക്കാറുള്ളത്. ഫസ്റ്റത്തെ പെരുന്നാൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ നിൽക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വർക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, 3-ാം പെരുന്നാളിന് വർക്ക് വന്നിട്ടില്ല. പിന്നെ 4-ാം പെരുന്നാളിനാണുള്ളത്. അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വർക്ക് വന്നു, പിന്നെ അത് വേറെ ആൾക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിൽ കുറേ നാളുകൾക്ക് ശേഷം നിൽക്കാൻ പോയി. ഇപ്പോൾ വീടൊക്കെ ആയതിന് ശേഷം നിൽക്കാൻ പോലൊക്കെ ഒന്ന് കുറവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ദിവസം നിന്നു, മാക്സിമം എൻജോയ് ചെയ്തു. പിറ്റേ ദിവസം ഞാൻ തിരിച്ച് പോന്നു. വർക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു വിശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ 4-ാം പെരുന്നാളിന് വലിയ ഓർഡറുകളൊക്കെ ഉള്ള ദിവസമായിരുന്നു. അതിൻ്റെ വിശേഷം ഞാൻ പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്